നമസ്കാരം. സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിൻ്റെ കരുത്തെന്താണ് എന്ന് ചോദിച്ചാൽ അത് ആരാധകക്കൂട്ടം തന്നെയാണ്, അല്ലെങ്കിൽ ആരാധകക്കൂട്ടം മാത്രമാണ് എന്ന് നിസ്സംശയം പറയാനാവും. ദീർഘനാളായി നാം കാണുന്നതാണ് ആരാധകക്കൂട്ടത്തിൻ്റെ കരുത്ത് സ്വന്തമായുണ്ടെന്ന അഹങ്കാരത്തിൽ കാര്യമായി ഒന്നും ചെയ്യാതെ മുന്നോട്ട് പോകുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിനെ. വയസ്സിത്രയായിട്ടും ഒരു ട്രോഫി എന്നത് ഇന്നും സ്വപ്നമായി മാത്രം അവശേഷിക്കുമ്പോൾ ഇന്നത്തെ ഈ ടീമിനെയും ഈ കളിശൈലിയെയും ഒക്കെ വെച്ച് ലീഗ് ഷീൽഡ് എന്നത് നേടാനാവില്ല എന്ന് മാത്രമല്ല, വെറുതെ ഒന്ന് സ്വപ്നം കാണാൻ പോലും സാധിക്കില്ല എന്നതുറപ്പ്. തോറ്റു തൊപ്പിയിട്ട് മനം മടുത്ത ആരാധകർക്കുള്ള ഏക പ്രതീക്ഷയായിരുന്നു ഡ്യൂറാൻ കപ്പ് എന്നത്. അവിടെയാണെങ്കിലോ റിസർവ് ടീമിനെതിരെയും കുഞ്ഞന്മാർക്കെതിരെയും ഒക്കെ വിമ്പ് കാട്ടി മികച്ച ടീമുകൾക്കെതിരെ വിറക്കുന്ന കാഴ്ചയാണ് കണ്ടതും. ഒടുവിൽ ബംഗളൂരു FC മുട്ടിയതേ ഓർമ്മയുള്ളൂ. ക്വാർട്ടറിൽ ആദ്യ ടെസ്റ്റിൽ തന്നെ തോൽവി, അതും മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരം യോർക്കി പെരേര ഗോളിലും. നാണം കെട്ട് തലകുനിച്ചു പോയ ആരാധകർക്ക് നിരവധി സമ്മാനങ്ങളാണ് ബംഗളൂരു FC ഒരുക്കി വെച്ചിരിക്കുന്നതും. ബംഗളൂരു FCയുടെ ഒഫീഷ്യൽ പേജുകൾ പരിശോധിച്ചാൽ കാണാനാവും മത്സരം കഴിഞ്ഞ ഉടനെ തുടങ്ങിയ റോസ്റ്റിംഗ്. ഇന്നലെ തന്നെ ഒരു പരുവത്തിലായ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ തേടി ഇന്നത്തെ ഗുഡ് മോർണിംഗ് പോസ്റ്റും വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ തോന്നുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഇപ്പോൾ ബംഗളൂരു FCയുടെ ടീമിനേക്കാൾ ഭയം ബംഗളൂരു FCയുടെ അഡ്മിനെയാവും എന്ന് തന്നെയാണ്.